ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഫുഡ് വ്ളോഗാണ്. വേറൊന്നുമല്ല, കുറച്ച് ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാൻ ഓർത്തു. നാട്ടിലിപ്പോൾ കർക്കിടകമല്ലേ. നാട്ടിലായിരുന്നെങ്കിൽ അമ്മച്ചി മരുന്ന് കഞ്ഞി ഉണ്ടാക്കി തന്നേനെ. ആദ്യമൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നേ, കാരണം കയ്പും എന്തൊക്കെയോ. പക്ഷെ പിന്നെ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. ഉലുവയും ആ മരുന്നും പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് എന്ത് ടേസ്റ്റാണെന്നറിയാം അമ്മച്ചി ഉണ്ടാക്കി തന്നതിന്. അതുകൂടാണ്ട് ഇത് പറിക്കാൻ പോകണമെന്നാണ് ഏറ്റവും രസം. എന്തായാലും കിട്ടണ അത്രയും മരുന്ന് ചെടികളൊക്കെ പറിക്കും. എങ്ങനെ വല്ല ഒരു 10-13 കൂട്ടം ഉണ്ടാവും. അപ്പം തൊട്ടാവാടിയൊക്കെ പറിക്കാനായിട്ട് എവിടേക്കോ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ കുറേ തരം ചെടികൾ, ഈ കൊടകത്തിൻ്റെ ഇല, സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇപ്പോഴൊക്കെ പഠിച്ചു വന്നത്. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ അതിൻ്റെ ഷേപ്പൊക്കെ പറഞ്ഞു തരും. ഞാനിട്ട് കുറേ കാടും പടലൊക്കെ പറിച്ചോണ്ട് ചെല്ലും. പക്ഷെ അതിൽ നിന്ന് ആവശ്യമായതൊക്കെ അമ്മച്ചിക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം കൂടി പറിച്ച് അമ്മച്ചി നല്ല അടിപൊളിയായിട്ട് മരുന്ന് കഞ്ഞി ഉണ്ടാക്കി തരും. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ കർക്കിടക മാസമായപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് അതാണ്. അപ്പം ഞാൻ ഓർത്ത് മരുന്ന് കഞ്ഞിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയൊരു ഉലുവാക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം. അപ്പം ഉലുവയും ചെറുപയറും അരിയും ഇച്ചിരി ജീരകമൊക്കെ മതി. അപ്പം അങ്ങനെ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കിയാലോ. ഇത് കുറച്ച് അരിയും ചെറുപയറും കൂടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിൽ കുറച്ച് ഉലുവയും വെള്ളത്തിയിട്ട്, ഉലുവ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഉലുവയുടെ മഞ്ഞ വെള്ളം ഞാനൊന്ന് മാറ്റി, എന്നിട്ട് ഉലുവയിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന ചെറുപയറും നമുക്ക് അരിയും കൂടി ഇടാം. ഇവിടെ ഈ അരിയേ കിട്ടുള്ളൂ കേട്ടോ, വേറെ അരി കിട്ടും, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ പോലെ കറക്റ്റ് ടേസ്റ്റൊക്കെ തന്നെയാണ്, കുഴപ്പമില്ല, ചോറിൻ്റെ ടേസ്റ്റ് തന്നെ വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് ജീരകം ഇടുക. എനിക്ക് തോന്നുന്നു നല്ല ജീരകമാണ് ഇടേണ്ടത് തോന്നുന്നു. എൻ്റെ കയ്യിൽ പിന്നെ പെരുംജീരകമേ ഉള്ളൂ. പിന്നെ എനിക്ക് കുഴപ്പമില്ല, അതൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഒന്നും ഇല്ലാത്തടുത്തത് ഞാനിപ്പോൾ എനിക്ക് നല്ല ജീരകം വേണമെന്ന് പറയുന്നില്ല. അപ്പോൾ പെരുംജീരകം ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് ഒരു 3 വിസിൽ, ഇവിടുത്തെ അരിയും പയറൊക്കെ വേവാനായിട്ട് 3 വിസിൽ മതി. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, വിസിൽ വരട്ടെ. പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചേക്കണേ, കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. കുറച്ചുകൂടി വെള്ളം, ഒരു 3 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ഞാൻ 1.5 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് ചെറുപയറും എടുത്തത്. എൻ്റെ ഗ്ലാസ്സൊക്കെ കുഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനൊരു അളവിന് എനിക്കറിയാൻ പറ്റില്ല, ആ ഒരു ഏകദേശം അളവിന് എടുക്കണം. എൻ്റെ ഗ്ലാസ്സും എൻ്റെ അളവൊക്കെ ചെറുതാണ്, കാരണം ഞാൻ ഒറ്റക്കല്ലേ, അപ്പം എനിക്കത് മതിയല്ലോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് നല്ല നല്ല സ്മെല്ല് ഉലുവയുടെയും ചെറുപയറിൻ്റെയും. അങ്ങനെ ഉലുവാക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയാവുന്ന സമയത്തേക്ക് ഞാൻ ഓടിപ്പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു. അപ്പോഴേക്കും സംഭവം കൂടെ റെഡി ആയിട്ടുണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ അങ്ങ് കഴിച്ചേക്കാം. സൂപ്പർ. അമ്മച്ചി ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഇടും. പക്ഷെ നമുക്കതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്നാലും കഴിക്കാം, നല്ല ടേസ്റ്റാണ്, അടിപൊളി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.